എന്റെ ബെസ്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് മഹേഷിന്റെ പ്രതികാരം കുറേ കഴിഞ്ഞിട്ടും എന്നെ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഞാൻ ഇടുക്കിക്കാരിയാന്നുള്ളത്. ഒട്ടുമിക്ക സിനിമകളും ഞാൻ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ടു ദ പോയിന്റ് എന്റെ അച്ഛൻ എന്റെ അടുത്ത് നീ എന്താ ഹൈ റേഞ്ച് അല്ലല്ല ഈ പറഞ്ഞ ശ്രദ്ധിക്കണം. ഇനി അടുത്ത പടത്തിൽ ദി ഹൈ റേഞ്ച് സ്റ്റാർ ചമ്പു പറഞ്ഞാല് സിനിമ ഒരു കൊളാബറേറ്റീവ് ആർട്ടാണ്. സിനിമ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ആർട്ട് അല്ല. സിനിമ ഗിവ് ആൻഡ് ടേക്കുകളിലൂടെ ഉരുത്തിരിയുന്ന ഒരു ആർട്ട് തന്നെയാണ് സിനിമ. ഇപ്പൊ എഡിറ്റ് ഒരു എക്സാമ്പിൾ ആണ്. എഡിറ്റിൽ എന്തെങ്കിലും നമുക്ക് മുളച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മോശം എഡിറ്റ് തന്നെയാണ്. സിനിമ ബാഡാന്ന് പറയുള്ളൂ. അതെ, തീർച്ചയായിട്ടും. ലൂക്കയ്ക്ക് 14 ഡ്രാഫ്റ്റ് ഉണ്ട്. 14 ഡ്രാഫ്റ്റ്, 15ാമത്തെ ഡ്രാഫ്റ്റ് ആണ് സിനിമയാക്കുന്നത്. ഈ 15ാമത്തെ ഡ്രാഫ്റ്റ് ലൂക്ക ഷൂട്ട് ചെയ്യുന്നതിന് 1 മാസം മുന്നേ ഞങ്ങൾ അതിലൊരു സീനിന്റെ പേരിൽ, അതിലൊരു സിറ്റുവേഷന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞ അടി, ഒരു പാതിരാത്രി കൊച്ചി സിറ്റി മുഴുവൻ വണ്ടിയിലിരുന്ന് കറങ്ങി നടന്ന് അവസാനം ഞാൻ കുറച്ച് ആൾക്കാർ, വളരെ കുറച്ച് പേരൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്നുള്ളൂ. അപ്പം അതിൽ വരുന്ന ഒരാളാണ് ഇക്ക. ഇപ്പൊ ഗണു ആണെങ്കിലും അല്ലെങ്കിൽ നിഖില, അങ്ങനെ വളരെ കുറച്ച് പേരുടെ അടുത്ത് ഞാൻ ആക്ച്വലി ഞാൻ ആരാന്നുള്ളത് കറക്റ്റ് അറിയുന്ന വളരെ കുറച്ച് പേരെ ഇൻഡസ്ട്രിയിലുള്ളവരുള്ളൂ. അപ്പം അത് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദീസ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. ആദ്യമായിട്ടായിരിക്കണം ഞാൻ ഇടിയിറച്ചി ട്രൈ ചെയ്യുന്നത്. എന്നിട്ട് ഇതെന്താ പ്രശ്നം എന്നറിയോ, ആർട്ടുകാർ അവസാനം എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. കാരണം ഇത് ഓരോന്ന് കൊണ്ട് വെക്കും, ഞാനിരുന്ന് തിന്നും. നല്ല ക്രിസ്പി ഇടിയിറച്ചി അവരവിടെ കൊണ്ട് വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്ത് കണ്ടിന്യൂറ്റി തെറ്റിക്കൊണ്ടിരിക്കുക ഓരോ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ബാറ്റ്ലി വെയിറ്റിംഗ് ടു ഹിറ്റ് തിയേറ്റർ വെരി സൂൺ. അപ്പോൾ ആ സിനിമയുടെ പേരും ഇത് തന്നെയാണ്, മിണ്ടിയും പറഞ്ഞു. അപ്പോൾ അതിലെ നമ്മുടെ മെയിൻ താരങ്ങളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ആൻഡ് വെൽക്കം. ഹലോ. ചോദിച്ചു പോകാന്നുള്ള മാറ്റിട്ട് ഇനി മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ. അതെ, വെൽക്കം ടു അല്ലേ എന്ന് പറഞ്ഞ മിണ്ടിയും പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ലവ് എന്ന് പറഞ്ഞ ഒരു തീം, അല്ലെങ്കിൽ ഒരു പ്രണയം, ലോങ് ഡിസ്റ്റൻസ് ആവാം, പിന്നെ അങ്ങനെ ഒരു സംഭവങ്ങൾ. പിന്നെ അതിലെ ടീച്ചറത്തെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ലവ് തന്നെ പല രീതിയിൽ ഉണ്ടാവാം. ചിലപ്പോൾ ഓവറായിട്ട് ഭയങ്കര ഹൈലി റൊമാൻറ്റിക് ആകുമ്പോൾ അവിടെ ചിലപ്പോൾ ക്ലീഷ എന്നുള്ളൊരു ഇതാവാം. അല്ലെങ്കിൽ അത് തന്നെ പാരലലി കുറച്ച് മാറ്റി പിടിക്കാം. മാറ്റി പിടിക്കാം. കാരണം അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എൻ്റെ ഭർത്താവ് എന്താ ഭർത്താവ് പിടിക്കും സാധനം. അപ്പോൾ ദ മാൻ ബിഹൈൻഡ് മിസ്റ്റർ അരുൺ ബോസ്. ഹലോ, വെൽക്കം. ആഫ്റ്റർ ലൂക്ക ആൻഡ് അഗൈൻ വി ആർ മീറ്റിംഗ്. പറയൂ. വളരെ സന്തോഷം, ശംഭുവിനെ വീണ്ടും മീറ്റ് ചെയ്യൽ വളരെ സന്തോഷം. മിണ്ടിയും പറഞ്ഞ പോലെ തന്നെയാണ്. മിണ്ടിയും പറഞ്ഞും ലൂക്കയുടെ അത്രയും സങ്കീർണതകളൊന്നും പറയാനില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ശരിക്കും നമ്മൾ ആർട്ട് 2 രീതിയിൽ എടുക്കാമല്ലോ. ഇതിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആർട്ട് എടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ആർട്ടിനെ അപ്രോച്ച്. സിനിമ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിനിമയല്ല, ലൂക്ക പോലെ കോംപ്ലക്സിറ്റി ഉള്ള സിനിമയല്ല, സിമ്പിളർ ആയിട്ടുള്ള സിനിമയാണ്. എന്നാൽ വളരെ സിംപ്ലിസിറ്റി ഉള്ള സിനിമയല്ല. പല സിനിമകളിലും പല ലുക്സ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ഞാൻ നോക്കുമ്പോൾ എവിടെയോ എനിക്ക് മഹേഷിന്റെ പ്രതികാരം ആ ഒരു കണക്ട് തോന്നി. എന്നുദ്ദേശിച്ചത് ഒരു നാടൻ പരിപാടി, നമ്മുടെ തന്നെ വീടിന്റെ അടുത്ത ഒരു കുട്ടി, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് അപർണയ്ക്കുണ്ട്. സോ ഇതില് ആ ഒരു ലുക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പറയൂ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം അതാണ്. ലൈക്ക് വൈ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് റിലീസ്, പെർട്ടിക്കുലർ റിലീസ് വാസ് ദാറ്റ് ഞാൻ ഇപ്പൊ ഈ അടുത്തായിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സും എന്തെടുത്ത് നോക്കിയാലും ഭയങ്കര മറ്റേ ത്രില്ലറും സീരിയസും അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ആണ്, വിച്ച് ഐ എം വെരി ഹാപ്പി അബൌട്ട്. ഓൾ ദ മൂവീസ് ഐവ് ഡൺ, ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. അതെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനെ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ലീന എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. ലൈക്ക് ഇത് ഈവൻ ഇഫ് ഇറ്റ് റിലീസ്ഡ്, നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ റിലീസ് ചെയ്താലും ദിസ് വിൽ സ്റ്റാൻഡ് ഔട്ട് ഫ്രം ഓൾ ദി അതർ ക്യാരക്ടേഴ്സ് ഓഫ് മൈൻ. കാരണം ഭയങ്കര റൂട്ടഡ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ആസ് ആക്ടേഴ്സ് ഇപ്പം സിനിമ ഹാസ് ബിക്കം സോ ബിഗ് ദാറ്റ് നമ്മൾ അതിലേക്ക് തിരിച്ചു പോകാൻ ചിലപ്പോൾ മറക്കും, അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഡിഫിക്കൾട്ട് ഫോർ അസ് ടു പുൾ ഓഫ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ചിലപ്പോൾ വരും. അപ്പം എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഈ ക്യാരക്ടറിന്റെയും ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ കണ്ടിട്ടുണ്ടാവും ആൾക്കാരെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. മഹേഷിന്റെ പ്രതികാരം വാസ് ആക്ച്വലി ഇപ്പൊ ഈ പറയുകയാണെങ്കിൽ അതിന്റെയും യങ്ങർ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് മഹേഷിന്റെ പ്രതികാരത്തിലെ ക്യാരക്ടർ. പക്ഷെ ഇതിലേക്ക് വരുമ്പം ഇതില് ക്യാരക്ടർ ഡീൽ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡെയിലി ലൈഫിൽ വരുന്ന കുറെ കാര്യങ്ങളാണ്, വിച്ച് ഐ തിങ്ക് ഇൻ സിനിമ പെർസ്പെക്റ്റീവ്
കുറെ പേര് കണ്ടിട്ടുണ്ടാവില്ലാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ലീനയുടെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നോക്കുമ്പോൾ ഒരു ടീം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ബഡി ആവാം. ഒരു ടീം വർക്ക് ഓൾവേസ് വിൻ എന്ന് പറയുന്ന പോലെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളും വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ടുപേരാണ്. തീർച്ചയായിട്ടും വളരെയധികം എന്ന് വേണമെങ്കിൽ പറയാം. സ്കൂളിൽ ഞങ്ങളൊരു സ്കൂളിലാണ്, ഞാൻ 10ൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ അത്രേ വ്യത്യാസമുള്ളൂ. നമ്മൾ ഒരേ നാട്ടുകാരാണ്. മൂവാറ്റുപുഴ. ഈ സിനിമയും ആ രീതിയിൽ വളരെ ഡിയർ ആണ്. കാരണം ഈ സിനിമ സെറ്റ് ചെയ്തേക്കുന്ന ജോഗ്രഫി ഞങ്ങളുടെ തന്നെ ജോഗ്രഫിയാണ്. മൂവാറ്റുപുഴ, തൊടുപുഴ. ഇടുക്കിക്കാരനാണോ? ഞാൻ ഐ എം ബോൺ ഇൻ തൊടുപുഴ. ഇടുക്കിക്കാരൊക്കെ ചേട്ടാ എന്നെ ശംഭുവിന് ഒരു ഇതും കൂടെ തരാം. കട്ടപ്പനയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ അടുത്ത് നിങ്ങളെല്ലാരും പോയതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ട്. ഞാൻ ഈ 10 വർഷത്തിൽ പോയത്ര നിങ്ങൾ പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ കട്ടപ്പന തിയേറ്ററിൽ പറഞ്ഞു കേട്ടോ. അപ്പം ഈ പറയുന്ന പോലെ ഞങ്ങള് കോൺസ്റ്റന്റ് ആയിട്ട് സിനിമയിലൊക്കെ വരുന്നതിന് മുൻപ് ഞാൻ എഴുതി തുടങ്ങിയ കാലത്ത് തന്നെ അരുൺ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അരുൺ അത് വായിച്ചാണ് എന്നോട് ആദ്യം പറയുന്നത്, നമുക്ക് അരുൺ എന്തെങ്കിലും സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് കഥ എഴുതാൻ നോക്കാം. അങ്ങനെയാണ് ലൂക്ക സംഭവിക്കുന്നത്. പിന്നീടും നമ്മളിങ്ങനെ എല്ലാ ഒക്കേഷനിലില്ല, ഒരു വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ കാണും, എല്ലാ ദിവസവും വിളിക്കും. അങ്ങനെ വിളിച്ചപ്പോൾ സംസാരിച്ച ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ സിനിമയായത്. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു നമ്മൾ സിനിമയിൽ വന്ന് കണ്ടുമുട്ടിയവരല്ലാത്തതിന്റെ ഒരു ഭയങ്കര ഗുണമുണ്ട്. പ്രൊഫഷണലി അല്ലാതെ തന്നെ യു ഗൈസ് ആർ ഫ്രണ്ട്സ് ആൻഡ് ഗുഡ് കോൺവെർസേഷൻസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഇൻ എ മന്ത്. ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു ബംഗാളി സിനിമയുടെ റൂട്ട് തേടിയിട്ടാണ് ഞാൻ ഈ സിനിമ ഇതിന്റെ കഥയിലേക്ക് എത്തുന്നത്. ആ ബംഗാളി സിനിമ ഒരു കഥയെ ബേസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ആ കഥ വായിക്കുകയും അതിന്റെ എലിമെന്റ്സ് വെച്ചിട്ട് തന്നെ ഒരു ചെറിയ കഥ, നമ്മുടെ തന്നെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു കഥ, നമ്മുടെ തന്നെ ജോഗ്രഫിയിൽ നമുക്ക് കൺമുന്നിൽ കാണുന്ന ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടൊരു കഥയുണ്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് മൃദുലമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ സിനിമയും ചെറുകഥയൊക്കെ ഏതാണെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ അതിന്റെ ഇത് പോകും. പിന്നെ വേറെ കാര്യം ചെയ്യാം, നമ്മൾ ആസ് ആൻ ആക്ടർ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ചിലപ്പോൾ നമ്മളുടെ നാട് വിട്ട് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയും നമ്മൾ സിനിമകൾ ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ പോകുമ്പോൾ അവർ തരുന്ന ഒരു സ്നേഹം, അവർ തരുന്ന ഒരു റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ അവർ തരുന്ന അവിടെയുള്ള സീനിയർ ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, ഈവൻ മീഡിയ ക്രൂ തരുന്ന ഒരു അപ്ലോസ് നമ്മളെ ഭയങ്കരധികം പെപ്പപ്പ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അനുഭവിച്ച ഒരു വ്യക്തിയും കൂടെ ആണല്ലോ. എനിക്ക് ഏറ്റവും എൻ്റെ ബെസ്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് മഹേഷിന്റെ പ്രതികാരം കുറേ കഴിഞ്ഞിട്ടും എന്നെ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഞാൻ ഇടുക്കിക്കാരിയാന്നുള്ളതാണ്. എന്നെ വിചാരിച്ച ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഇടുക്കിയല്ലേ വീടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ദാറ്റ് ഇസ് സംതിങ് എനിക്ക് ഭയങ്കര, അത് ഞാൻ മറ്റേ കോൺഷ്യസ് എഫേർട്ട് എടുത്ത് അത് ആക്ച്വലി ദിലീഷേട്ടന്റെ വേ ഓഫ് നമ്മളെ അതിലേക്ക് ബ്ലെൻഡ് ചെയ്യിക്കുന്ന ഒരു വേയും കൂടെ ഉണ്ടായിരുന്നു. അതായത് പുള്ളി എന്നെയും ലിജോ ചേച്ചീനെയും കൂടെ ഒരു ദിവസം പറഞ്ഞ് അടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് പോയി ഷോപ്പ് ചെയ്ത് കുറച്ച് പൈസയൊക്കെ തന്നു, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് നോട്ടെല്ലാം തന്നിട്ട് അടുത്തുള്ള കടകളിലെല്ലാം പോയിട്ടൊന്ന് ഷോപ്പ് ചെയ്തിട്ടൊക്കെ വരാൻ പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇടുക്കി അവിടെ എല്ലാവിടെയും പോയൊന്ന് കറങ്ങിയടിച്ച് നമ്മളെല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് നമ്മളപ്പം ഏകദേശം അവിടെ തന്നെയാ ഷൂട്ട് നടക്കണം. അപ്പൊ സ്ഥിരം കാണുന്ന കുറെ കടകളും ഒരു തയ്യൽ കടയുണ്ട്, പിന്നെ ഒരു ഹോട്ടലുണ്ട്, അങ്ങനെ സ്ഥിരം കാണുന്ന കുറച്ച് കടകളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഹൗ മഹേഷിന്റെ പ്രതികാരത്തിൽ അങ്ങനെ ഒരു സ്ലാങ്ങും ഭയങ്കരമായിട്ട് നമ്മൾ ചിലപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ച് ചെയ്തിരുന്നെങ്കിൽ വളരെയധികം ബോറായി പോയെന്നെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അത് പല ഭാഷകൾക്കും അത് സംഭവിക്കാറുണ്ട്. അപ്പൊ ഇതങ്ങനെ വളരെ ഓർഗാനിക് ആയിട്ട് എന്റെ തലയിൽ കയറിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എനിക്ക് ഏറ്റവും എനിക്ക് കിട്ടിയിട്ടുള്ള കോംപ്ലിമെന്റും അതാ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സിനിമകളും ഞാൻ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ടു ദ പോയിന്റ് എന്റെ അച്ഛൻ എന്റെ അടുത്ത് നീ എന്താ ഹൈ റേഞ്ച് അല്ലല്ല ഈ പറഞ്ഞത് ശ്രദ്ധിക്കണം, ഇനി അടുത്ത പടത്തിൽ ദി ഹൈ റേഞ്ച് സ്റ്റാർ ഞാൻ നോക്കുമ്പോ നമ്മള് വീട്ടില് ഇപ്പൊ ഒരു അടുത്ത പടമായി എന്ന് പറഞ്ഞ് എവിടെയാ ലൊക്കേഷൻ എന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ വാഗമൺ ആയിരിക്കും, കുട്ടിക്കാനോ ആയിരിക്കും, അല്ലെങ്കിൽ ഇടുക്കി ആയിരിക്കും. അങ്ങനെ മാറി മാറി ഇവിടെ മാത്രമായിരുന്നു ഒരു കാലം മൊത്തം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ആദ്യം തന്നെ ട്രോൾ ചെയ്ത് എന്റെ അച്ഛൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടാ വരുന്നത്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് വേണം ഇപ്പൊ പറയാം. ഇത് പറഞ്ഞിട്ടില്ല ഞങ്ങള്. നമ്മൾ ഇത് എഴുതി
നമുക്കിതൊരു ഇടുക്കിയിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ശരി. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം മനസ്സിൽ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത ഓപ്ഷൻ തന്നെ അപർണയായിരുന്നു. കാരണം അപർണയാണ് ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്. ഓൾറെഡി അത് മൈൻഡിലുണ്ട്. ഉണ്ടായിരിക്കാം, കാരണം നമുക്കൊരു ഇടുക്കിക്കാരി എന്ന് പറയുമ്പോൾ തോന്നുന്ന ഒരു ടിപ്പിക്കൽ സാധാരണക്കാരി. എനിക്ക് എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ യുവർ ഫേസ് കംസ് ടു അവർ മൈൻഡ് ഫോർ നമ്മൾ ആദ്യം തന്നെ അത് വരും എന്നുള്ളത്. ആസ് ആൻ ആക്ടർ ഭയങ്കര ഇംപ്രസീവ് ആണ്. പറയാൻ കാര്യം വെച്ചാല് ഒരു സീൻ നമ്മൾ കൊടുക്കുന്നു, അപർണ വായിക്കുന്നു, ഞാൻ അവിടെ നിന്ന് വായിക്കുന്നത് കാണാം, പിന്നെ അപർണ എന്തൊക്കെയോ ചെയ്യുന്നത് കാണാം. അവിടെ കുറെ നേരം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നത്. ആ സീൻ കാണാപ്പാടം, ആ കംപ്ലീറ്റ് ഡയലോഗ് കാണാപ്പാടം. അത് കുറെ നേരം മുന്നേ വായിച്ചാണ്. വീണ്ടും ഒന്നും റഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ നല്ല രസമായിട്ട് ആ ക്യാരക്ടറായിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഞാൻ മറ്റേ ഓഫ് സ്ക്രീൻ മറ്റേ ഭയങ്കര ക്യാരക്ടർ പിടിച്ചിരിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. അങ്ങനെ ഞാൻ അല്ല, ഓഫ് സ്ക്രീനില് നമ്മളിവിടെ ഇവിടുന്ന് വച്ചെടുത്ത് ഇന്നലെ എനിക്ക് അരുണൊരു നമ്മുടെ സെറ്റിൽ നിന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ കാണാം അപർണ എപ്പോഴും അവിടെ ഇങ്ങനെ ഒരു അവിടുത്തെ ലൈവ് വയർ ആയിട്ട് ഇങ്ങനെ നടക്കായിരിക്കും. പക്ഷെ നമ്മള് ടേക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷി ഗെറ്റ്സ് ഇൻടു ദ സ്കിൻ ഓഫ് ദ ക്യാരക്ടർ. പറയുന്ന പോലെ തന്നെ ഒരു സിനിമയിൽ നോക്കുമ്പോ ഇപ്പൊ പലരും പറയുന്ന കാര്യമാണ് ഡയറക്ടറാണ് മെയിൻ, ആക്ടറാണ്. പക്ഷെ ശരിക്കും ആക്ച്വലി എവ്രിവൺ അല്ലേ, എവ്രിവൺ ദാറ്റ് ഈസ് ആക്ച്വലി വൺ മെയിൻ തിങ്. മധു അമ്പാട്ട് സർ നമ്മുടെ DOP എനിക്ക് ഇപ്പോഴും ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തലയിൽ എപ്പോഴും നിൽക്കുന്ന ഒരു ഫാക്ടർ, മധു സർ ഒരു ദിവസം ഇരിക്കുമ്പം ഐ തിങ്ക് അന്ന് എന്തെങ്കിലും അവാർഡ് എന്തെങ്കിലും വന്നിരുന്നു, ഐ ഡോണ്ട് നോ, എന്തോ ഒരു സംതിങ് മധു സർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും ഇരിക്കുകയാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ പറയുന്നത്, നമ്മളൊരു സിനിമയിലെ ഒരു ഫാക്ടറിനെ മാത്രമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്താൽ ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് ഫിലിം എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. അപ്പം എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ചേട്ടനോടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അല്ല, നമ്മളെല്ലാവരും മോണിറ്ററിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ വായിച്ചിട്ട് അതിലെ ഒരു പേജ് നന്നായി അല്ലെങ്കിൽ അതിലെ ഒരു ചാപ്റ്റർ അടിപൊളിയാണ് ഉണ്ടായ സാഹചര്യം പറയുമ്പോഴാണ് അത് അത് എപ്പോഴാണ് പറഞ്ഞത് ഞാൻ പറയാം. ഞാനാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ ആക്ച്വലി സിനിമയിലൊക്കെ വരുന്നതിന് വളരെ മുന്നേ മദ്രാസിലായിരുന്ന സമയത്ത് അവിടെ സത്യം തിയേറ്ററിൽ ലൈറ്റ്സ് ഓൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സാറ്റർഡേസിൽ മാത്രം. ഒരു സ്ക്രീനിങ്ങും പിന്നെ ഒരു ഇന്ററാക്ഷൻ സെഷൻ പോലെ. ഞാൻ ക്രൗഡിൽ ഇരിക്കുകയാണ്. അപ്പൊ അന്ന് ഗസ്റ്റ് ആയിട്ട് മധു അമ്പാട്ട് സാറായിരുന്നു സ്റ്റേജില്. ഞാൻ ക്രൗഡിലുണ്ട്. അപ്പൊ ഓഡിയൻസിന്റെ ഇടയ്ക്ക് ആരോ ചോദിച്ചൊരു ചോദ്യത്തിന് മധു സാർ അന്ന് പറഞ്ഞൊരു ഉത്തരം, എടോ ഒരു പുസ്തകം മുഴുവൻ വായിച്ചിട്ട് ആ വരി നല്ലതാണെന്ന് പറയുന്ന പോലെ ഉണ്ട്, എന്റെ അടുത്ത് ആരെങ്കിലും ആ ഷോട്ട് നല്ലതാണെന്ന് പറയുന്നത്. ബിക്കോസ് അവിടെ നിങ്ങൾ ആ ഷോട്ടിന്റെ ഭംഗി മാത്രമേ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ ആ സിനിമ ആസ് സച്ച് കണ്ടിട്ടില്ല. ഇത് എക്സാക്ട്ലി നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഒരു ഷോട്ട്, ഇതൊരു ഗംഭീര ഷോട്ട് അങ്ങനെ പറയില്ല. മിണ്ടി പറഞ്ഞ് കാണുമ്പോൾ മത്സാറിന്റെ ഒരു സിനിമയും നിങ്ങൾ അങ്ങനെ പറയില്ല. റാദർ നിങ്ങൾ ആ സിനിമയിൽ അത്ര ഇൻവോൾവ് ആയിരിക്കും. ആ ഷോട്ട് കടന്നുപോയത് പോലും നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ ചിലര് പറയും ഇപ്പൊ വിജയം മാത്രം നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. സെയിം തിങ് എല്ലാ വിജയം മറന്നു പോകണം. ശംഭു പറഞ്ഞാല് സിനിമ ഒരു കൊളാബറേറ്റീവ് ആർട്ടാണ്. സിനിമ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ആർട്ട് അല്ല. സിനിമ ഗിവ് ആൻഡ് ടേക്കുകളിലൂടെ ഉരുത്തിരിയുന്ന ഒരു ആർട്ട് തന്നെയാണ് സിനിമ. അല്ല എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, കൊളാബറേറ്റേഴ്സ് ആണ്. അല്ലെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഞാനാണെന്നുള്ളത് ശരിയാണ്, അല്ലെങ്കിൽ ഡയറക്ടർ ആണെന്ന് പറഞ്ഞാലും വി ടേക്ക് ഇൻപുട്സ് ദിസ് വേ. ഈ മറ്റേ ഇപ്പൊ എഡിറ്റ് ഒരു എക്സാമ്പിൾ ആണ്. എഡിറ്റിൽ എന്തെങ്കിലും നമുക്ക് മുളച്ചു നിൽക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മോശം എഡിറ്റ് തന്നെയാണ്. സിനിമ ബാഡാന്നേ പറയുള്ളൂ. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത്രക്കറിയാവുന്ന ആൾക്കാർ മാത്രമേ എടുത്തെടുത്ത് ഇതിന്റെ കളർ ഗ്രേഡ് ഇതെന്ന് പറയുള്ളൂ. പിന്നെ ഇതിൽ പോലും ജോണറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി ചെയ്യേണ്ടി വരും. ഇപ്പം ഒരു ത്രില്ലറിൽ ഉപയോഗിക്കുന്ന കട്ടോ അല്ലെങ്കിൽ ത്രില്ലറിൽ ഉപയോഗിക്കുന്ന ഷോട്ടുകളോ ചിലപ്പം ആ ഒരു ശൈലി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും നമ്മൾ റൊമാൻറ്റിക് ഫിലിമിനെ അപ്രോച്ച് ചെയ്യും. പക്ഷെ ഒരു ത്രില്ലർ ശൈലി കൊണ്ട് റൊമാൻറ്റിക് ഫിലിം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, അവിടെയാണ് നമുക്ക് പലപ്പോഴും പാളിപ്പോകുന്നത്. ശരിയാ. ഇനി ആസ് എ റൈറ്റർ നോക്കുമ്പം അത് വൺ ഓഫ് ദ ഏറ്റവും സ്ട്രോങ് ഫ്രം ദ ബേസ് സ്ട്രോങ് പരിപാടിയാണല്ലോ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു കംഫർട്ട് സോൺ, ഒരു ബോണ്ടുള്ള ഒരു ഡയറക്ടറിന്റെ റൈറ്റർ ആകുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റൈറ്ററിന്റെ ഡയറക്ടർ ആകുക എന്നും പറയുമ്പോൾ അതിനൊരു ഇരട്ടി മധുരം തന്നെയാണ്. ഇറ്റ്സ് ആൻ ഈസി തിങ് കമ്പയർ ടു അല്ലാതെ നോക്കുമ്പോൾ.
ഇറ്റ്സ് എൻ ഈസി തിങ് ആൻഡ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ് ഓൾസോ അറ്റ് ടൈംസ്. രണ്ട് കാരണം നമ്മുടെ ഇടയിൽ ഒരു ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ. അപ്പം അത് ചിലപ്പം നമ്മൾ എഴുതുന്നത് സെറ്റിൽ വെച്ചിട്ട് അറിഞ്ഞിട്ട് വളരെ നിർദാക്ഷിണ്യം വെട്ടിക്കളയും. അപ്പൊ അങ്ങനെ അല്ല, നേരെ തിരിച്ചുണ്ടാവാറ്. തിരിച്ചുണ്ട് ഈ സിനിമയിൽ തന്നെ the best scenes നമ്മൾ ആ മൊമെന്റിൽ അവിടെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ആ ജോഗ്രഫിയിൽ വന്ന സാധനങ്ങൾ എഴുതാൻ പറ്റിയിട്ടുണ്ട്. അത് ഈ പറയുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉള്ളത് കൊണ്ടാണ്. ഇപ്പം ഒരു സാധനം എനിക്ക് ഞാൻ എഴുതിയത് ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ എടുക്കുന്ന സമയത്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഈസിയും ആണ്, അതുപോലെ തന്നെ അതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ പോകാൻ. 70% good and 30% bad എന്നുള്ളതല്ല ഞാൻ പറഞ്ഞില്ലേ. ഇതൊരു ഇപ്പൊ ലൂക്കയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഞങ്ങൾ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ലൂക്കയ്ക്ക് 14 ഡ്രാഫ്റ്റ് ഉണ്ട്. 14 ഡ്രാഫ്റ്റ്, 15ാമത്തെ ഡ്രാഫ്റ്റ് ആണ് സിനിമയാക്കുന്നത്. ഈ 15ാമത്തെ ഡ്രാഫ്റ്റ് ലൂക്ക ഷൂട്ട് ചെയ്യുന്നതിന് 1 മാസം മുന്നേ ഞങ്ങൾ അതിലൊരു സീനിന്റെ പേരിൽ, അതിലൊരു സിറ്റുവേഷന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞ അടിയായിട്ട് ഒരു പാതിരാത്രി കൊച്ചി സിറ്റി മുഴുവൻ വണ്ടിയിൽ ഇരുന്ന് കറങ്ങി തർക്കിച്ച് അവസാനം. എന്നിട്ടും 6 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നു. ഈ സൗഹൃദം ബോണ്ടിങ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ അപർണയ്ക്കാണെങ്കിൽ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഒരുപാട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഉള്ളത് നല്ല ഫ്രണ്ട്സ് എന്നുള്ള രീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ആസിയൊക്കെ ആണെങ്കിലും ആസിഫ് ഒക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയും ഞാനും വൈഫുമായിട്ടുള്ള ഞങ്ങളുടെ ടോക്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പേരിൽ വൺ ഓഫ് ദ മെയിൻ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പേരിൽ ഒന്നാണ് അപർണ. അപ്പുവിൻ്റെ കാര്യം ഞങ്ങൾ പറയാറുണ്ടെന്ന്. അപ്പോൾ എത്രത്തോളം അപ്പോൾ നിങ്ങൾ ബോണ്ടഡ് ആണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണല്ലോ അത്, അല്ലേ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു അതർ ദാൻ ദ പ്രൊഫഷൻ യു ഗൈസ് ആർ ലൈക്ക് ഇപ്പം അത് ആക്ച്വലി ഭയങ്കര നല്ലൊരു കാര്യമാണ്. എനിക്കിപ്പം ഫസ്റ്റ് സൺഡേ ഹോളിഡേ തൊട്ടിട്ട് തന്നെ ആസിഫ് ക, ഇപ്പം ഞാനും അമ്മയാണെങ്കിലും ഞങ്ങൾ ഭയങ്കര അടുത്തൊരാളാണ് ആസിഫ് ക. അത് ഭയങ്കര ഒരു അറ്റ് ഹോം ഫീൽ ഉണ്ടാക്കി തന്ന ഒരാളാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇപ്പം ഞാൻ വളരെ സ്റ്റാർട്ടിങ്ങിലാണ് ആസിഫ് കായിട്ട് പടം ചെയ്യുന്നത്. തൃശ്ശൂർ പേരൂർ ക്ലിപ്തോ ആണെങ്കിലും സൺഡേ ഹോളിഡേ ആണെങ്കിലും. അപ്പോൾ തന്നെ ദ വേ ഹി മേഡ് അസ് ഫീൽ വെരി കംഫർട്ടബിൾ, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം അന്ന് തൊട്ടിട്ടേ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്താത്ത. ഞാനിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും പുള്ളി ഞാനിങ്ങനെ ഇത്താത്തന്നെ വിളിച്ചിട്ട് ചോദിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിക്കും. സോ ഇറ്റ് ഈസ് ലൈക്ക് എങ്ങനെയോ ഈ ത്രൂ ദ ഇയേഴ്സ് ദേ ബിക്കെയിം എ പാർട്ട് ഓഫ് അവർ ലൈഫ്, പാർട്ട് ഓഫ് അവർ ഫാമിലി. ഇപ്പൊ അമ്മയ്ക്കാണെങ്കിലും ഇവരെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അവരുടെ വീട്ടിലാണെങ്കിലും ഇപ്പൊ ഞാൻ പോകുമ്പോൾ അവരുടെ ഇത്താന്റെ ഉമ്മാവും പപ്പയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാണുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റ്. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബോണ്ട് ദാറ്റ് ഐ ഗോട്ട് ഫ്രം സിനിമ. അങ്ങനെ ഒരുപാട് പേര് ആക്ച്വലി ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ആക്ച്വലി സിനിമ ഞാൻ കുറച്ച് സോഷ്യലി ഓക്വേർഡ് ആവുന്ന ഒരാളാണ്. സിനിമ കുറച്ച് എന്താ പറയുക, ഇപ്പൊ ഈ അവാർഡ്സിനൊക്കെ പോകുമ്പോഴാണ് എല്ലാവരോടും എനിക്ക് മിണ്ടാനുള്ള ഒരു ഞാൻ കുറച്ച് ആൾക്കാർ, വളരെ കുറച്ച് പേരൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്നുള്ളൂ. അപ്പം അതിൽ വരുന്ന ഒരാളാണ് ഇക്ക. ഇപ്പൊ ഗണു ആണെങ്കിലും അല്ലെങ്കിൽ നിഖില, അങ്ങനെ വളരെ കുറച്ച് പേരുടെ അടുത്ത് ഞാൻ ആക്ച്വലി ഞാൻ ആരാന്നുള്ളത് കറക്റ്റ് അറിയുന്ന വളരെ കുറച്ച് പേരെ ഇൻഡസ്ട്രിയിലുള്ളവരുള്ളൂ. അപ്പം അത് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദീസ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. ഹൈ റേഞ്ച് കണക്ഷൻ തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇത് ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഫുഡ് കഴിക്കാൻ. പക്ഷെ എനിക്ക് ഏറ്റവും ഞാൻ ഇതുവരെ ഒരിക്കലും ചിലപ്പോൾ ടേസ്റ്റ് ചെയ്തൊന്നും വരില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് വർഷങ്ങൾ ഞാൻ കഴിക്കൂല എന്നൊക്കെ തോന്നിയത് അങ്ങനത്തെ കുറെ ഡിഷുകൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആസിഫ് കെയാണ്. അതുപോലെ തന്നെയായിരുന്നു മഹേഷ് ഹൃദയത്തിൽ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കുന്നത്. ഫുഡ് ഈസ് എ വെരി മെയിൻ ഫാക്ടർ ദാറ്റ് കണക്ട്സ് മീ വിത്ത് പീപ്പിൾ. അടുത്ത പടം ഹീറോ ആസിഫ്, ഹീറോയിൻ അപർണ, DOP മധുവമ്പാട്ട്. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസറിനെ ഇത്രയധികം നോക്കുന്ന കുറച്ച് പ്രശ്നത്തിലാവും. ഈ ഫുഡിന്റെ കേസ് പറഞ്ഞാൽ ഭയങ്കര കറക്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴൊക്കെ ഇരുന്നിട്ടുണ്ടോ, ഈ ഔട്ട്സൈഡ് സിനിമ നമ്മൾ ഡബിൽ കാണുമ്പോഴാണെങ്കിലും അല്ലാതെ കാണുമ്പോൾ ഈ പ്രൊമോഷൻസിന് കാണുമ്പോഴൊക്കെ ഞങ്ങളുടെ കോൺവെർസേഷൻസ് ചെന്ന് അവസാനിക്കുന്നത് ഈ ഫുഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന പുളിശ്ശേരിയും ചോറിലുമാണ്. അപ്പൊ നടുക്ക് ഒരു സീറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആരെ വെക്കുമെന്ന് അറിയോ? ഗസ് ചെയ്യാൻ പറ്റുമോ? വിനീത് ശ്രീനിവാസൻ. ശരിയാട്ടോ, വിനീതേട്ടനെ ഇവിടെ ഞാൻ സിനിമ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ വിനീതേട്ടൻ ഏറ്റവും
സിനിമ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, സിനിമ കഴിഞ്ഞാലാണോ എന്ന് എനിക്കറിയില്ല, ഏറ്റവും പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഫുഡിനെ പറ്റിയിട്ടാണ്. അതേപോലെ തന്നെയാണ് നിഖിലയും, അതേപോലെ തന്നെയാണ് ഗണുവും. ഇവരെല്ലാവരും ഒന്ന് ഇവർക്ക് എന്താ വെച്ചാൽ കണ്ണൂർ കണക്ഷൻ കൂടെ ഉണ്ട് നിഖിലയ്ക്കും ഗണുവിനും ഒക്കെ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫുഡ് സോ ഇമ്പോർട്ടന്റ്. ഞാൻ ഈ ഇടയ്ക്ക് പറ്റിയ സീ ഫുഡ് തന്നെ അങ്ങനെയാണ് കുറെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. എന്നെ ഞാൻ ഒരിക്കൽ നിഖിലേന്റെ നാട്ടിൽ, അവളുടെ നാട്ടിൽ പോയപ്പം അവൾ എന്നെ ഒരു റെസ്റ്റോറന്റിൽ കൊണ്ടുപോയിട്ട് ഒരു ഫുൾ സീ ഫുഡ് സദ്യ, അത് നിഖില എന്നെ കൊണ്ടുപോയിട്ട് അവൾ എന്നെ കൊണ്ടുപോയത്. അപ്പൊ അവൾക്കും എനിക്ക് ഫുഡ് ഇഷ്ടമാന്ന് അറിയുന്നതുകൊണ്ട് അവൾക്ക് എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ സ്ഥലത്തേക്ക്. അപ്പൊ കണ്ണൂർ കോക്ടെയിൽ ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത് അവളുടെ കൂടെയാണ്. അപ്പം അങ്ങനെ എനിക്ക് ഫുഡ്, ഐ തിങ്ക് ഫുഡ് ഇസ് എ മെയിൻ ഫാക്ടർ ദാറ്റ് കണക്ട്സ് മീ വിത്ത് പീപ്പിൾ. ശംഭു, ഞാൻ ആക്ച്വലി കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒരു ഹാഫ് ആൻ അവർ കാണുന്ന വീഡിയോസ് മുഴുവൻ ഫുഡാണ്. തീർച്ചയായിട്ടും ഞാൻ ആക്ച്വലി കഴിഞ്ഞ കൊല്ലം നാച്ചുറോപ്പതി ചെയ്തിട്ടുണ്ടായിരുന്നു. റീൽസ് ചെയ്യാൻ പോയപ്പം ഞാൻ എനിക്കൊരു ഇവന്റ് കമ്പനി ഉണ്ട്. അപ്പൊ അതുവരെ എനിക്ക് വരുന്ന റീലെല്ലാം ഈ ഇവന്റുകള്, ഡെക്കോർ അങ്ങനത്തെയാണ്. കറക്റ്റ് ഞാൻ അവിടെ ചെന്ന് പെട്ടപ്പോ തൊട്ടിട്ട് ഈ ഫുഡിന്റെ റീല് മാത്രമേ വരുന്നുള്ളൂ. ആക്ച്വലി മിണ്ടിയും പറഞ്ഞും എടുക്കുകയാണെങ്കിൽ ലീനയ്ക്ക് ഒരു ജോലിയുണ്ട്, കണക്റ്റഡ് ടു ഫുഡ്. ഞാൻ എന്നിട്ട് അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കണം ഞാൻ ഇടിയിറച്ചി ട്രൈ ചെയ്യുന്നത്. എന്നിട്ട് ഇതെന്താ പ്രശ്നം എന്നറിയോ, ആർട്ടുകാർ അവസാനം എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. കാരണം ഇത് ഓരോന്ന് കൊണ്ട് വെക്കും, ഞാനിരുന്ന് തിന്നും. നല്ല ക്രിസ്പി ഇടിയിറച്ചി അവരവിടെ കൊണ്ട് വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്ത് കണ്ടിന്യൂറ്റി തെറ്റിക്കൊണ്ടിരിക്കുക ഓരോ. പക്ഷെ എനിക്ക് മറ്റേ പുട്ടിന്റെ ഒരു വലിയ ഫെയിലിയർ ഉണ്ടായിരുന്നു. പുട്ട് ഇങ്ങനെ പുറത്തേക്ക് തട്ടിയിടുന്ന ഷോട്ടില് അതേ പുട്ടെടുത്ത് റീഫിൽ ചെയ്ത് ഇടിയിറച്ചിന്റെ അടിപൊളിയായിരുന്നു. അത് ഞാൻ വളരെ എൻജോയ് ചെയ്തു ഷൂട്ട് ചെയ്തതും. കട്ട്ലറ്റ് മേക്കിംഗ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കുക്കാണ് ഇതില്. പിന്നെ ഇതെല്ലാം രുചിച്ചു വെക്കാൻ മധു ഭട്ട് സാർ ഉണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയി. അതുപോലെ തന്നെ ഒരു ആക്ടറിന് ഏറ്റവും വലിയൊരു ഒരു ലക്ക് ഫാക്ടറും കൂടെയാണ് നല്ല സിനിമകളുടെ കൂടത്തിൽ തന്നെ നല്ല പാട്ടുകൾ കിട്ടുക എന്നുള്ളത്. അത് ഒരു വലിയൊരു കാര്യം തന്നെയാണല്ലോ. റിപ്പീറ്റഡ് നല്ല ഞാൻ ആക്ച്വലി നേരത്തെ പറയാൻ വന്നത് സൂര്യചേട്ടനെ നമ്മൾ അഭിനയിപ്പിച്ചില്ല, പക്ഷെ എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. വരട്ടെ. അങ്ങനെ ഒരു ചലഞ്ച് സൂര്യചേട്ടൻ ഇങ്ങോട്ട് വിളിക്കുന്നതിന് ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് കൊടുക്കും. അവന് പണി കുറഞ്ഞു കിട്ടിയില്ല. അല്ല അത് പറയും. യെസ്, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് സൂര്യചേട്ടന്റെ. പാട്ടുകളെല്ലാം ലൂക്ക ആണെങ്കിലും സോളോ ആണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മളെങ്ങനെ ഹോണ്ടിങ് ഞാൻ പറയുന്നത് അതായത് നമ്മുടെ തലേന്ന് അത് പോവില്ല. ഇഫ് യു ഹിയർ എ സൂരജ് കുറുപ്പിന്റെ സോങ് കേട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിരിക്കും. ദാറ്റ് സോങ് കീപ്സ് പ്ലേയിങ് ഇൻ യുവർ ഹെഡ്. പ്രത്യേകിച്ച് ലൂക്കയിലെ പാട്ടുകളാണെങ്കിലും കുറച്ച് ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിൽ തട്ടുന്ന കുറെ പാട്ടുകളാണ്. സോളോ ആണെങ്കിലും ബോറടിക്കൂല. പിന്നെ അതിനൊരു ഈ പറഞ്ഞ മാതിരി ലൂക്കയിൽ ഒബ്വിയസ്ലി ആ ഒരു പെയിൻ ഉണ്ട്. പിന്നെ സോളോയിലും ഏകദേശം ആ ഒരു ഇതുണ്ട്. സീതാ കല്യാണമൊക്കെ ആണെങ്കിലും അത് അങ്ങനത്തെ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അടിപൊളി സിനിമയാവട്ടെ. ഒരു ഗംഭീര സ്വീറ്റ് മൂവി, ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റുന്ന ഒരുപാട് നല്ല പാട്ടുകളുള്ള, നല്ല ആർട്ടിസ്റ്റുകളുള്ള, നല്ല ടീമുള്ള ഈ മൂവി ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ പോയി കാണാൻ അവസരം വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.